രാവിലത്തിന് ഒരു പണിയില്ലാണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടത് വിങ് ലൈനർ. സോ ഇന്ന് നമ്മൾ വിങ് ലൈനറാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ വിങ് ലൈനർ ചെയ്യണം എന്നൊന്നും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. പിന്നെ ഏകദേശം യൂട്യൂബെല്ലാം തപ്പി കുറേ ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞപ്പോൾ ടേപ്പും ലൈനറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വിങ് ലൈനർ ചെയ്യാമെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവിടെ കിടന്ന് ടേപ്പ് ഫുൾ തപ്പിയെടുത്ത്, അതിൻ്റെ കൂടെ ലൈനർ അവിടെ ഉണ്ടായിരുന്നു, അതും തപ്പിയെടുത്ത് ടേപ്പ് 45 ഡിഗ്രി ആംഗിളിൽ ഒട്ടിച്ചിട്ട് ലൈനർ വെച്ച് വരച്ച് കഴിഞ്ഞാൽ വിങ് ലൈനർ വരുമെന്നാണ് ട്യൂട്ടോറിയലിൽ കാണിച്ചത്. ഞാനും എനിക്കറിയാവുന്ന പോലെയൊക്കെ 45 ഡിഗ്രി ആംഗിളിൽ ഒട്ടിച്ചു. 45 ഡിഗ്രി ആണെന്ന് തോന്നുന്നു, അറിയില്ല, കാരണം മാത്സിൽ പണ്ടേ നമ്മൾ കണക്കാണല്ലോ. ഒട്ടിച്ച് കണ്ണാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ അതത്ര റിസൾട്ട് വരില്ല എന്ന് തോന്നി. ശരി, എന്നേലും ആവട്ടെ, അപ്പുറത്തെ സൈഡും കൂടി ചെയ്ത് രണ്ടും ഒരുമിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ കണ്ണിൽ ഒട്ടിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. കണ്ണും ഒട്ടാൻ തുടങ്ങുക. കണ്ണിൻ്റെ താഴെ ഒട്ടിയിട്ട് നമുക്ക് കണ്ണ് ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങി. ഇവർ പറഞ്ഞ 45 ഡിഗ്രി എങ്ങനെയാണ് ഒട്ടിക്കണേന്ന് പോലും എനിക്കറിയില്ല എന്ന്. അപ്പുറത്തെ സൈഡിലും വിങ് ലൈനർ വരച്ചു. പക്ഷേ ലൈനറിൻ്റെ നീട്ടം മാത്രമല്ല, കട്ടിയും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരയ്ക്കുക അതിൻ്റെ കട്ടി കൂടണു, ലൈനർ ഡ്രൈ ആവണു. ഇന്ന് ഞാനല്ലെങ്കിൽ ലൈനർ, ഇത് രണ്ടിലൊന്ന്. പക്ഷെ കണ്ണെരിയാൻ തുടങ്ങി. കുറേ നേരമായിട്ട് ഞാനും ഇട്ട് വരയ്ക്കുന്നുണ്ട്. ഈ ടേപ്പിൻ്റെ മേലെ ഇട്ട് ആവണമില്ല. ലൈനറാണെങ്കിൽ ഒട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ലൈനറിൻ്റെ പ്രശ്നമാണോ? ചിലപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ലൈനർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ സക്സസ് ആവുമായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ക്ഷമ മൊത്തം നശിച്ച് അത് ഊരിയിട്ട് വീണ്ടും ഒട്ടിച്ചു. ഒട്ടിച്ചാലെങ്കിലും നേരെ ആവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ. ഞാൻ ഇത്രയും ക്യാമറയ്ക്ക് ക്ലോസപ്പിൽ വന്നുകൊണ്ടിരിക്കാനുള്ള സത്യം പോലും മനസ്സിലായില്ല. കാരണം എനിക്കിന്ന് ലൈനർ ഇട്ടേ പറ്റുള്ളൂ. രാവിലെ നമുക്ക് തോന്നിയതാണല്ലോ, നമുക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ ചെയ്യണമല്ലോ. ഞാനും ട്രൈ ചെയ്യണു. അവസാനം രണ്ടും കൽപ്പിച്ച് അഴിച്ച് നോക്കിയപ്പോഴാണ് സത്യം മനസ്സിലായത്. രണ്ട് സൈഡിൽ രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ കുറച്ചെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് സെൽഫ് പ്രൊമോഷൻ ചെയ്തതാണ്. മറ്റേ സൈഡിൽ തീരെ നന്നായിട്ടില്ല. അത് കാരണം അറ്റംപ്റ്റ് 2 ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അറ്റംപ്റ്റ് 2 ഇല്ലെങ്കിലും ഒരു സൈഡിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്, മറ്റേ സൈഡിൽ നന്നായിട്ട് വരണമേ എന്ന് വിചാരിച്ച് ശരി, നമുക്ക് ടേപ്പ് ഒട്ടിച്ചിട്ട് വന്നില്ലല്ലോ, ഇനി നമ്മൾക്ക് അറിയാവുന്ന പോലെ ലൈനർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് ലൈനർ വരച്ചു. അപ്പോൾ കട്ടി ഭയങ്കരമായിട്ട് കൂടി ദിഗംബരൻ്റെ കണ്ണ് പോലെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ദിഗംബരനെയാണ് ഓർമ്മ വന്നത്. അത്രയും കട്ടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ ഈ ഒരു സൈഡ് ശരിയാക്കാൻ പോയി നന്നായിട്ട് വന്ന അടുത്ത സൈഡിൻ്റെ മേലെ കൂടിയും വരച്ച്, ഇതിപ്പോൾ വിങ് ലൈനറും അല്ല, ഒന്നുമല്ല, ഇതിപ്പോൾ ലിറ്ററലി ദിഗംബരൻ. ദിസ് ഈസ് ദിഗംബരൻ ലൈനർ. വെരി സോറി. അത്രയും ട്യൂട്ടോറിയൽ നോക്കിയിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല എന്നുള്ള സത്യം ഇപ്പം അവസാനം എനിക്ക് മനസ്സിലായി. ശരി, എന്തായാലും വൃത്തിയേടാക്കിയല്ലോ, ഇനി കുറച്ച് ഗ്ലിറ്ററും കൂടി അടിയാന്ന് വിചാരിച്ചാൽ അവിടെ പുതിയൊരു പാലറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല പാലറ്റാണ്. ആ പാലറ്റിൽ നിന്ന് കുറച്ച്, എൻ്റെ ഡ്രസ്സിൽ വൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ സിൽവർ ഇട്ടു. അതെന്ത് കോമ്പിനേഷൻ ആണെന്ന് ആരും ചോദിക്കരുത്, എനിക്ക് അങ്ങനെ തോന്നി. അതിട്ട് അതിന് കുറച്ച് ഭംഗിയും കൂടി കൂട്ടി. വൃത്തിയേടായതിൻ്റെ മേലിൽ കുറച്ച് ഗ്ലിറ്റർ ഇട്ടപ്പോൾ എന്തോ ഭംഗിയായി എന്നാണ് ഞാൻ വിചാരിച്ചത്. അതാണ് തംസപ്പൊക്കെ കാണിച്ചത്. ആക്ച്വലി കുറച്ച് മോശമാണെങ്കിലും മറ്റപടി കുഴപ്പമൊന്നുമില്ല. സോ ബൈ.